ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് മനക്കണക്കിലൂടെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റെപ്പ് 1 ചെയ്യാം. സ്റ്റെപ്പ് 1 നിങ്ങൾ ഇതിനു മുമ്പ് പല മെത്തേഡ്സിലും കണ്ടിട്ടുണ്ടാവും. എന്താണ്, ഈ രണ്ട് നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 6 എന്ന് പറഞ്ഞാൽ 6. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ നമ്പർ ഇവിടെ എഴുതുക. രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ 6 കിട്ടണം, കൂട്ടുമ്പോൾ ഈ 5 കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടെത്തുക. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. 3 × 2 6, 3 + 2 5. ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3, 2. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ x² നമ്പർ, x² കോഎഫിഷ്യൻറ്റ് 1 ആണോ എന്ന് നമ്മൾ നോക്കുക. ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അതിൻ്റെ അർത്ഥം 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സൈൻ തിരിക്കുക. അതായത് ഇവിടെ 3 പോസിറ്റീവ് അല്ലേ, അപ്പോൾ -3 എന്ന് എഴുതുക. ഇവിടെ 2 പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ -2 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x² - 7x + 12 = 0. അപ്പോൾ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണ്ടേ? 1 × 12, അതായത് 12 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടണം. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -4, -3. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. നമ്മുടെ നമ്പേഴ്സ് -4, -3 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ നമ്പർ എത്രയാണ്, 1 ആണോ എന്നാണ്. ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമ്പേഴ്സിൻ്റെ സൈൻ തിരിക്കുക. ഇവിടെ -4 അല്ലേ, അപ്പോൾ +4 ആകും. ഇവിടെ -3 ആണല്ലോ, അപ്പോൾ +3 ആകും. ഇതാണ് ആൻസർ. 2x² + 5x - 3 = 0. ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് 1 എന്താ, രണ്ട് നമ്പേഴ്സ് കണ്ടെത്തണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -3, അതായത് -6 കിട്ടണം. അതുപോലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? +5 കിട്ടണം. ഏതാണ് നമ്പേഴ്സ്? 6ഉം -1ഉം ആണ്. അപ്പോൾ നമ്മൾ അത് എഴുതി. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? x² കോഎഫിഷ്യൻറ്റ് 1 ആണോ എന്ന് നോക്കണം. 1 അല്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റത്തുള്ള നമ്പറില്ലേ, അതേതാണ്? x ഒന്നും ഇല്ലാത്ത ഈ നമ്പർ എത്രയാണ്? ഇവിടെ -3. അതിവിടെ രണ്ടുപേരുടെയും മുകളിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് സൈൻ തിരിക്കുക. അപ്പോൾ ഇവിടെ മൈനസ് ആണല്ലോ, അത് പ്ലസ് ആകും. ഇവിടെ ഒരു മൈനസ് ഞാൻ പ്ലസ് ആക്കി. അപ്പോൾ 3/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലെങ്കിൽ 0.5. ഇവിടെയോ 3/-1 എന്ന് പറഞ്ഞാൽ എന്താണ്? -3. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3x² + 10x + 7 = 0. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? 21 കിട്ടണം. അതെങ്ങനെയാണ്? 3 × 7 ആണ് 21. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 10 കിട്ടണം. 3 × 7 21, 3 + 7 10. അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3, 7. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? ഇവിടെ x² കോഎഫിഷ്യൻറ്റ് 1 ആണോ എന്ന് നോക്കുക. അല്ല. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പർ എടുക്കുക. ഏതാണ്? +7. അത് രണ്ടുപേരുടെയും മുകളിൽ എഴുതുക. എന്നിട്ട് എന്താ? സൈൻ തിരിക്കുക. അതായത് ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സാണ്, അത് നെഗറ്റീവ് ആക്കി കൊടുക്കുക. അപ്പോൾ ആൻസർ എന്താണ്? -7/3 ഒരു ആൻസർ. -7/7 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആൻസർ.